ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകനാ ജഗൻ. അയ്യോ സോറി സാർ, അല്ല എനിക്ക് ആളെ അറിയില്ലായിരുന്നു, അതാ. കുടിക്കാൻ ചായ എടുത്തട്ടെ? ഇപ്പൊ വേണ്ട. പിന്നെന്തൊക്കെയാണ് ജഗൻ ഈ വഴിയൊക്കെ? ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാ. പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ജോലി തരണം. അല്ല, ഈ പാവം വർക്ക്ഷോപ്പ് മുതലാളിയെ കളിയാക്കാണോ ജഗൻ? കളിയാക്കിയതൊന്നുമല്ല, എനിക്കൊരു ജോലി വേണം. എന്റെ അവസ്ഥ വളരെ മോശമാണ്. അവസ്ഥ മോശമാണെന്നോ? കോടീശ്വരനായ കരുണാകരക്കുറുപ്പ് സാറ് പാപ്പരായ ചരിത്രം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ ജഗൻ. പാപ്പരായത് അച്ഛനല്ല, മകനാ. അച്ഛന്റെ അറിവോ സമ്മതമോ കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. ഞാനിപ്പോ ഒരു വാടക വീട്ടിലാണ് താമസം. ഭാര്യയും കുട്ടിയും മാന്യമായിട്ട് പോറ്റണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാ ജോലി തേടി വന്നത്. എന്നാലും കുറുപ്പ് സാറിന്റെ മകൻ എന്റെ സ്ഥാപനത്തിൽ വെറുമൊരു മെക്കാനിക്കായി ഇല്ല ജഗൻ. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സർ പ്ലീസ്, കുടുംബത്തിനും എനിക്കും ജീവിക്കാൻ ഒരു ജോലി അത് വേണം സർ. ഇവിടിപ്പോ മാനേജറുടെ പണിയും കാഷ്യറുടെ പണിയും ഒരാളാണ് ചെയ്യുന്നത്. തൽക്കാലം ജഗന് കാഷ്യറായിട്ട് പണി നോക്കാം. വേണ്ട സർ, SSLC-കാരനായ ഞാൻ കാഷ്യർ പണിയിൽ ശോഭിക്കില്ല. വർക്ക്ഷോപ്പ് തൊഴിലാളിയുടെ പണി മതി. അച്ഛൻ്റെ പദവിക്കിണങ്ങുന്ന പണി തേടിയല്ല ഞാൻ വന്നത്. എന്റെ ഇല്ലായ്മ മറികടക്കാനുള്ള മാർഗം, അതിനാണ് ഞാൻ വന്നത്. വെരി ഗുഡ്. തന്റെ ഈ ശുഭാപ്തി വിശ്വാസം മാത്രം മതി. രാജേഷേ, ജഗനെ ഒപ്പം കൂടെ കൂട്ടിക്കോ. ശരി സാർ. തനിക്കൊരു സഹായി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, ഇന്നു മുതൽ ജഗൻ തന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സർ. ജഗ വാ. താങ്ക് യു. ശരി. നിനക്ക് പണിയൊന്നുമില്ലേ? പോയി ചെയ്യടാ. രാഷ്ട്രീയത്തിലെ കൊടികുത്തിയ മന്നൻ കരുണാകരക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോ ഈ ശിവമോഹൻ തമ്പിയുടെ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ. ഓർക്കുമ്പോ നല്ല സുഖമുള്ളൊരു പണിയാണ് മാനേജറെ. എന്താ മാഡം? ഇടയ്ക്കൊന്ന് അറയ്ക്കുന്നത് പോലെ ഒരു മിസ്സിങ് ആണോ? ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഓ, എന്തൊരു ചൂട്! മഴ കഴിഞ്ഞപ്പോ ചൂടായി. ഈ വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരെ സമ്മതിക്കണം. ജീവിക്കാൻ വേറെ വഴിയില്ലെങ്കിൽ ചൂടിലും മഴയത്തും ഒക്കെ ജോലി ചെയ്യേണ്ടി വരും. ജോലി ചെയ്ത് ജീവിക്കുന്നത് ഒരു സുഖമാ വിദ്യേ. അതിനർത്ഥം ഞാൻ ജോലി ചെയ്യുന്നില്ലെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? വർക്ക്ഷോപ്പാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് വെച്ച് തന്നാണ്ടല്ലോ.
അപ്പച്ചി ഉം. ആ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് ജഗനെ പോലില്ലേ? ഒന്ന് പോടി. ഈ വർക്ക്ഷോപ്പിലെ കരി പിടിച്ച വണ്ടിക്കടയിലാണോ ജഗനെ കാണുന്നേ? നിന്റെ കണ്ണിനെന്താ തിമിരം ബാധിച്ചോ? എന്റെ കണ്ണിനല്ല കുഴപ്പം, അപ്പച്ചിയുടെ കണ്ണിനാ. ഉം. അപ്പച്ചി സംശയിക്കണ്ട, അത് ജഗൻ തന്നെയാ. ജഗ, എടാ ജഗ. മാനത്തെ കൊട്ടാരം